ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെല്ലാവരും കൂടിയായിട്ട് ഇന്ന് പൊന്മുടി പോവാണ്. കുറേ ദിവസമായില്ലേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്. അപ്പം നമ്മൾ രാവിലെ എണീച്ച് റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നേരെ തമ്പാനൂർ അവിടെ നിന്ന് പൊന്മുടി ബസ്സിലാണ് നമ്മൾ പോണത്. അപ്പം തമ്പാനൂരിൽ നിന്ന് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പൊന്മുടി ബസ് കിട്ടിയത്. അപ്പം അത്രയും നേരം നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് ഗൈസ് കിട്ടിയത്. അപ്പം കിട്ടിയപ്പോഴും അമ്മാതിരി തിരക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. എന്തോ ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടി. പക്ഷെ കുറേ പേര് അങ്ങ് അറ്റ വരെ പൊന്മുടി വരെ നിന്നാണ് വന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചേട്ടൻ്റെ മടിയിലായി. കാരണം അമ്മ നെടുമങ്ങാടെന്നാണ് കയറുന്നത്. അപ്പം അമ്മയ്ക്ക് സീറ്റ് എടുത്തിട്ട് ഞാൻ ചേട്ടൻ്റെ മടിയിൽ ഇരുന്നാണ് ഗൈസ് അങ്ങനെ പൊന്മുടി വരെ. പക്ഷെ ചേട്ടൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഈ പൊക്കപ്പുറത്തിരുന്ന് മറ്റേ ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി. കാരണം ഇരിക്കുമ്പോൾ എനിക്ക് അത്ര പൊക്കം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ നല്ല ഒരു വ്യൂ അത്ര ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു. ബട്ട് ഇതിങ്ങനെ കയറി ഇരുന്നുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് നന്നായിട്ട് ഞാൻ എണീറ്റ് നിൽക്കുമ്പോഴത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളിതാ പൊന്മുടി എത്താറായില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ കുറേ തവണ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു കാടല്ലല്ലോ, വനത്തിൻ്റെ അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇപ്പം എത്തുമെന്ന്. പക്ഷേ വീണ്ടും കുറേ ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ തിന്നാനായിട്ട് നാരങ്ങ മുട്ടായാണ് ജീരക മുട്ടായി കഴിക്കുകയാണ് ഗൈസ്. ജീരക മുട്ടായി കഴിച്ച് അങ്ങോട്ട് പോകുന്തോറും കോടമഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം അവിടുത്തെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മഞ്ഞുകൾ വന്നു. ഒരു പരിധി കൂടുതലൂടെ നാളെ കൊണ്ടിറങ്ങാൻ പറ്റത്തില്ല. ഓരോ ദിവസവും ആക്സിഡന്റ് നടക്കുന്ന ഡ്രൈവറിന് മണ്ടയിൽ ഒന്നുണ്ട്. അവർ എത്ര തള്ളിക്കയറിയാലും ഒരു പരിധി കൂടുതൽ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല. അതിൽ കൂടുതൽ ആളുകളെ ഞാൻ അങ്ങനെ ഗൈസ് നമ്മളിതാ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കിട്ടി. വന്നിറങ്ങിയ സമയത്ത് ഇത്രയും കോടമഞ്ഞില്ലായിരുന്നേ. ആ പാറ കയറി കുന്നിന്റെ മണ്ടയിൽ കയറിയപ്പോൾ നല്ല കോടമഞ്ഞ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. അതുപോലെ അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട്. കണ്ട അവിടെ ഇവിടെ എവിടെ നോക്കിയാലും ആൾക്കാർ തന്നെ. എൻ്റെ ചേട്ടൻ തോണ്ട് അവരുടെ ഇടയിൽ പോയി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഡിസംബർ മാസം അടിപൊളി എന്ത് നല്ല തണുപ്പായിരിക്കും. ഒന്ന് കാണാൻ പറ്റും.
ആലുവൈ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറയണത്. എന്തോ നമ്മള് പോട്ടാ നമ്മള് പോട്ടാ അല്ല ഇപ്പൊ ഈ കൂടാരോണ്ട് വരാൻ പറയുമ്പോ എപ്പോഴും നേരത്തെ പത്തമ്പത് വരുമ്പോഴേ ഈ മഴ നനഞ്ഞാൽ അങ്ങ് നനയാനേ ഈ വഴിയെ പോകാതെ അച്ഛൻ്റെ പോലെ എന്ത് തറ വീഴുന്ന തറയിപ്പണ അവിടെ കിടക്കും. ഞങ്ങളും കൂടെ വരണോ? പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കലാണ് നമ്മള് പോണത്. പോരെ എന്റെ ബുദ്ധി അങ്ങനല്ലേ പാടത്തി യശോദ ഇവിടെ 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 മഴ പറ്റും. അമ്മയൊക്കെ മേളിൽ പോകും. ഇത് പെട്ടതോ മണ്ടേ പോയി നിക്കാം. എടുത്തില്ല എടുത്തില്ല അയ്യോ ചത്ത് 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 ചത്ത്. അമ്മയൊക്കെ എവിടെ? ണ്ടാ എവിടെ? അമ്മയാ മഴയല്ല ഇല്ല മഴ തോന്നിട്ട് പോയി വരെ. മഴയത് മഞ്ഞില്ലേ? ഗൈസ് ഇത് മഞ്ഞാണോ മഴയാണോ എന്ന് അറിഞ്ഞൂടാ. എന്റെ അമ്മ നീ മഞ്ഞ് ഉരുകി പെയ്യണ എന്നെന്ന് പറഞ്ഞൂടാ. എന്നിട്ട് തല തോർത്ത എങ്ങനെയാ അങ്ങോട്ട് പോയത്? എന്റെ അമ്മ കോടാമഞ്ഞ ഓഹോ മഞ്ഞ് കൂടുമ്പോൾ തുള്ളി തുള്ളി കണ്ടിരുന്നു. അവരൊക്കെ തോത്തിട്ട് തരാം.
നീ ഒന്നും തോന്നണ തല കണ്ടുപിടിയില്ലേ ഗൈസ് ഇപ്പൊ ഇവിടെ ഭയങ്കര മഞ്ഞ്. അയ്യോ ഇങ്ങനെ വന്നതാ. ഇനി എങ്ങനെ നമ്മള് തിരിച്ചിതുപോലെ പോകും? ഭയങ്കര തണുപ്പ്, ഡ്രസ്സെല്ലാം ഭയങ്കരമായിട്ട് നനഞ്ഞ്. അയ്യോ ഇങ്ങോട്ട് പോകുമ്പോ ഇച്ചിരി കിടന്നുറങ്ങാന്ന് ചോദിച്ചിരുന്നതാ. പിന്നെ ഞാൻ നല്ല നനഞ്ഞു, എനിക്ക് തണുക്കുക. അപ്പൊ നമ്മള് പൊന്മുടിയിലൊക്കെ വന്നിട്ട് നമ്മള് പോവാണ്. ഭയങ്കര മഞ്ഞ്. നമ്മള് ചെറുതായിട്ട് നനയൊക്കെ ചെയ്തു, മഴയൊക്കെ നനഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മള് ഇപ്പൊ സമയം ഒരു 4 മണി കഴിഞ്ഞു. 5 മണിയുടെ ബസ്സിന് നമ്മള് പോവും. അപ്പം എന്താ ഫോണിൽ അതുപോലെ ചാർജും ഇല്ല. അപ്പൊ ഇനി അങ്ങോട്ട് വീഡിയോസ് എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് കാണാം ഗൈസ്. ടാറ്റാ.